പ്രൈസ് ലോർഡ്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്: സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അസാധ്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പല മേഖലകളും ഉണ്ടായിരിക്കാം. ഇനിയൊരു സാധ്യതയും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിന് പറയാനൊരു സന്ദേശമുണ്ട്. അസാധ്യമെന്ന് നിങ്ങൾ പറയുന്ന, ഇനി സാധ്യമല്ലെന്ന് നിങ്ങൾ പറയുന്ന ആ വിഷയത്തിൻ്റെ അകത്ത് ദൈവത്താൽ ഒരു സാധ്യത ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുന്നു. ഇന്ന് ഈ ശബ്ദത്തിന് മുമ്പിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, അതേ നെഹമ്യാവ് പറഞ്ഞതുപോലെ അത് നിങ്ങൾക്കും പറയാൻ പറ്റുമോ? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കും, അതുകൊണ്ട് അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അത് ദൈവത്തിൻ്റെ ഒരു പണി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടാൽ ശത്രുവിൻ്റെ ഒരു അവകാശത്തിനും പിന്നെ അവിടെ നിലനിൽക്കാൻ കഴിയുകയില്ല. ശത്രുവിൻ്റെ ഒരു ആലോചനയ്ക്ക് പിന്നെ അവിടെ നിലനിൽക്കാൻ കഴിയുകയില്ല. ദൈവം നമുക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കും. നാം അസാധ്യമെന്ന് പറയുന്ന ആ മേഖലയ്ക്കകത്ത് ദൈവത്താലുള്ള സാധ്യതകളെ കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നു. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുന്നു. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് ചെയ്യാൻ പോകുന്നു. പ്രാർത്ഥനയോടെ മുന്നേറാം. കർത്താവ് അതിനായി ഏവരെയും സഹായിക്കട്ടെ.